കൂട്ടുകാരെ, സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് പാവയ്ക്കയും തെരണ്ടിമീനും കൂടെ ഉള്ള ഒരു തോരനാണ്. അതിനായി 2 പാവയ്ക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 കിലോ വരും. ഇനി തെരണ്ടിമീൻ 150 ഗ്രാം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പ് കളയാനായി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് നുറുക്കിയിരിക്കുന്നത്. ആ ഒപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 8-10 പച്ചമുളകും കുറച്ച് ചുവന്നുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്കയും പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചോപ്പറിലാണ് അരിയുന്നത്, അല്ലാതെയും കൊത്തി അരിയാം. പാവയ്ക്കയും പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ആ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. തെരണ്ടിമീൻ്റെ ഉപ്പ് കളഞ്ഞാലും കുറച്ചൊക്കെ ഉപ്പ് അതിൽ കാണും, അതുകൊണ്ട് നമുക്ക് അവസാനം നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഇനി ഉപ്പ് കളഞ്ഞ് വെച്ചിരിക്കുന്ന മീനും കൂടി ഈ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കായും തേങ്ങയും മീനിൻ്റെ കൂട്ടും എല്ലാം കൂടെ ചേർക്കണം. രണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, നേരത്തെ ചേർത്ത് ഉപ്പ് തന്നെ മതിയാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പാവയ്ക്കയും തിരണ്ടിമീനും കൂടി ചേർന്നുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.